സൈബർ തട്ടിപ്പുകളെ കുറിച്ചുള്ള മുന്നറിയിപ്പ് എല്ലാ ദിവസവും നമ്മൾ കേൾക്കുന്നു. എന്നിട്ടും എങ്ങനെ സൈബർ ക്രൈം കൂടുന്നു? വെർച്വൽ അറസ്റ്റ് എന്ന തട്ടിപ്പ് പതിവായി കേൾക്കുന്നു, എന്നിട്ടും ആവർത്തിക്കുന്നു. പറഞ്ഞു വരുന്നത് തലസ്ഥാനത്തെ ഒരു വയോധികൻ നേരിട്ട മാനസിക സംഘർഷത്തെക്കുറിച്ചാണ്. ഇദ്ദേഹം വെർച്വൽ അറസ്റ്റിൽ കഴിഞ്ഞത് 5 ദിവസം. ബാങ്കിലുള്ള പണമെല്ലാം നഷ്ടമാകുമെന്ന് ഉറപ്പിച്ചു. ആത്മഹത്യ ചെയ്യാനും ഉറച്ചു. ഒടുവിൽ നമ്മുടെ സൈബർ പോലീസ് രക്ഷകരായി. എന്താണ് സംഭവിച്ചത്? തുടക്കം ഡിസംബർ 17-ന് മുംബൈ കൊളാബ പോലീസിന്റേതാണെന്ന പേരിൽ വാട്സ്ആപ്പ് കോൾ. തിരുവനന്തപുരം ശ്രീവരാഹം സ്വദേശിയായ 74-കാരൻ ഞെട്ടിപ്പോയി. അനധികൃത പണമിടപാട് നടത്തിയതായി അറിഞ്ഞു. കൂട്ടുപ്രതികൾ അറസ്റ്റിലായിട്ടുണ്ട്. താങ്കളും അറസ്റ്റിലാകും. ഇതായിരുന്നു വീഡിയോ കോളിൽ വന്നവർ നൽകിയ വിവരം. പോലീസ് ഉദ്യോഗസ്ഥരാണെന്ന് അവർ സ്വയം പരിചയപ്പെടുത്തി. വിശ്വാസം കൂട്ടാൻ വാറന്റിന്റെയും ഫോട്ടോ അയച്ചു കൊടുത്തു. പിറ്റേന്ന് മുതൽ തുടർച്ചയായി വിളിക്കാൻ തുടങ്ങി. ഡിസംബർ 26-ന് വെർച്വൽ അറസ്റ്റ് രേഖപ്പെടുത്തിയെന്ന് വിശ്വസിപ്പിച്ചു. 2 ദിവസത്തിനു ശേഷം ADGP എന്ന് പരിചയപ്പെടുത്തിയ ആൾ വീഡിയോ കോളിൽ കേസിൽ നിന്ന് ഒഴിവാകാൻ അദ്ദേഹം 10 ലക്ഷം രൂപ ആവശ്യപ്പെട്ടു. പണം നിക്ഷേപിക്കാനുള്ള അക്കൗണ്ട് വിവരങ്ങളും പങ്കുവച്ചു. ഭാര്യയോട് പോലും പറയാതെ പണം കൈമാറാൻ ആ വയോധികൻ തീരുമാനിക്കുകയായിരുന്നു. അത്രമാത്രം വിശ്വസനീയമായ രീതിയിലായിരുന്നു ആ തട്ടിപ്പ് സംഘങ്ങൾ വിവരങ്ങൾ പങ്കുവച്ചത്. പണമിടപാടിനായി ബാങ്ക് ഓഫ് ബറോഡയുടെ തിരുവനന്തപുരം ഫോർട്ട് ശാഖയിലെത്തിയപ്പോഴാണ് ബാങ്കുകാർ ഈ വയോധികനോട് വിവരം തിരക്കുന്നത്. ആർക്കെങ്കിലും വിവരം നൽകിയാൽ അറസ്റ്റ് ചെയ്ത് മുംബൈയിലെ ജയിലിൽ ആക്കുമെന്ന് തട്ടിപ്പുകാരുടെ ഭീഷണി ഉണ്ടായിരുന്നു. ഭയപ്പാടിലായിരുന്ന ഇദ്ദേഹം ബാങ്കുകാരോടും വിവരം മറച്ചുവെച്ചു. സംശയം തോന്നിയ ബാങ്കുകാർ സൈബർ പോലീസിനെ അറിയിച്ചു. ഒടുവിൽ അദ്ദേഹം കാര്യങ്ങൾ തുറന്നു പറഞ്ഞു. കേരള സൈബർ പോലീസ് തട്ടിപ്പുകാരുടെ നമ്പറിലേക്ക് വിളിച്ചെങ്കിലും പുറത്തറിഞ്ഞെന്നറിഞ്ഞതോടെ ഇവർ ബ്ലോക്ക് ചെയ്ത് മുങ്ങി. ഒരു ജീവിതകാലത്തെ മുഴുവൻ സമ്പാദ്യവും നഷ്ടപ്പെട്ടു പോയേനെ. സൈബർ പോലീസും ബാങ്കുകാരും അദ്ദേഹത്തെ രക്ഷിച്ചു. സൈബർ തട്ടിപ്പുകാർ നമുക്ക് ചുറ്റിലുമുണ്ട്. പല രൂപത്തിൽ അവർ പ്രത്യക്ഷപ്പെടും. സൂക്ഷിക്കുക, വെർച്വൽ അറസ്റ്റ് എന്നൊന്നില്ല.